ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എവരിവൺ എ വിന്നർ. എല്ലാ കൂട്ടുകാരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹാർദ്ദബോധം വളർത്തുക. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയ്ക്കൊരു സംഘടിത സ്വഭാവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. അതുപോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. അതായത് ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, ഒന്നുമില്ല, ദേശീയതയാണ്, നാം എല്ലാം ഇന്ത്യക്കാരാണ്, അങ്ങനെ ഒരു ദേശീയ ബോധം വളർത്തുക. പിന്നീടോ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതായത് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. അതായത് ഒരു ഏകീകൃതം, ഒരു ഒത്തൊരുമ ഉണ്ടായി ഈ ഒരു സംഘടിത പ്രക്ഷോഭങ്ങൾക്ക്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. ദേശീയ പ്രസ്ഥാനം എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. ഇനി സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാമെന്ന് പറഞ്ഞു. സമരരീതി എന്ന് പറഞ്ഞെങ്കിൽ ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന രീതികളുടെ അടിസ്ഥാനത്തിൽ, അവരുപയോഗിച്ച മാർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ആയി വിഭജിക്കാം. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഘട്ടം മിതവാദ ദേശീയതയുടെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം, മൂന്നാമത്തേത് ഗാന്ധിയൻ കാലഘട്ടം. സമര രീതിക്കനുസരിച്ചിട്ട് ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചു. ഒന്നാമത്തേത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം, രണ്ടാമത്തേത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം, മൂന്നാമത്തേത് ഗാന്ധിയൻ കാലഘട്ടം. Friends, in our last video we discussed about the aims of Indian National Congress. What are they? To promote fellow feeling among the volunteers from different parts of the country. Then to develop a national spirit beyond the religious, caste and regional loyalties. Then to bring the problems of Indian to be notice of authorities. Okay. With the formation of the Indian National Congress, the agitations against the British attained an organized nature. Such organized agitations against the British power can be called the national movement. Organized agitations against the British power can be called the national movement. Based on the style and strategies of the agitations, the national movement can be divided into 3 phases. First one, the period of moderate nationalism. Second one, the period of extreme nationalism. Third one, Gandhian era. ഇനി അതിൽ ആദ്യത്തെ ഘട്ടം ഏതായിരുന്നു? മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ആ വർഷം കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കണം. മനസ്സിരുത്തി തന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ പഠിക്കുന്ന കാരണം നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഓർമ്മ കിട്ടണമെന്നുള്ള മനസ്സിലാക്കി അത് പഠിക്കുക കേട്ടോ. എന്തായാലും വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1885 മുതൽ 1905 വരെയാണ് ഏത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. ഈ മിതവാദ ദേശീയതയുടെ നേതാക്കന്മാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അവർ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരായിരുന്നു ആ നേതാക്കൾ. ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരായിരുന്നു ആ നേതാക്കന്മാർ. ഇനി പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അതായത് അവരുടെ, നമ്മളിപ്പോൾ പഠിച്ചു സമര രീതിക്ക് അനുസരിച്ച് 3ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്താണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. അപ്പോൾ ഇവരുടെ സമരരീതി എങ്ങനെയായിരുന്നു? പ്രമേയങ്ങളിലൂടെയും പരാതികളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും
പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരിൽ എത്തിക്കുക, ബ്രിട്ടീഷുകാരെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതായത് സമാധാനപരമായ ഒരു രീതിയായിരുന്നു ആര് പിന്തുടർന്നത്? മിതവാദ ദേശീയത നേതാക്കന്മാർ അവർ പിന്തുടർന്നത്. അവിടെ അക്രമപരമായിട്ടൊന്നും അവർ പിന്തുടർന്നില്ല. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രദ്ധിച്ചത്. കൂട്ടുകാർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് മിതവാദ ദേശീയത എന്നൊരു ചെറിയൊരു ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് 1885 to 1905. നെക്സ്റ്റ് പോയിൻ്റായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. നെക്സ്റ്റ് പോയിൻ്റായിട്ട് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത നേതാക്കൾ. നെക്സ്റ്റ് പ്രമേയങ്ങൾ, പ്രതിഷേധങ്ങൾ. അതായത് നമ്മൾ ലെക്ചർ നോട്ട് എഴുതാമെന്ന് പറയില്ല, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് എഴുതാതെ ഇങ്ങനെ ലെക്ചറായിട്ട് ചെറിയ ചെറിയ പോയിൻ്റായിട്ട് എഴുതാം. പിന്നെ നമ്മളിതൊന്നും കൂടി വായിക്കും കൂടി ചെയ്യുമ്പോൾ നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കാര്യം മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കത് നല്ല രീതിയിൽ ഓർമ്മിച്ചെടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്ന രീതി അത് ഫോളോ ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. The period of moderate nationalism. The period from 1885 to 1905 was of moderate nationalism. The leaders of this period were English educated. The prominent among them were Dadabhai Naoroji, Gopal Krishna Gokhale, Badruddin Tyabji and Firoz Shah Mehta. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protests, etc. ചോർച്ച സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദരിദ്രത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. നമ്മൾ മുന്നേ പഠിച്ചിട്ട് നമ്മളുടെ കൃഷിയിടങ്ങളിലൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ വിളഞ്ഞിരുന്നു. അവരെന്ത് ചെയ്തു? അവിടെ നീലവും ചണവും അതുപോലെ തന്നെ കോട്ടണൊക്കെ കൃഷി ചെയ്യാൻ നമ്മുടെ കർഷകരെ നിർബന്ധിച്ചു അല്ലേ? എന്തിനായിരുന്നു? അവരുടെ ഇംഗ്ലണ്ടിലേക്കുള്ള വ്യവസായശാലകൾക്ക് വേണ്ടിയുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു എന്തൊക്കെ? കോട്ടണും അതുപോലെ ചണവും നീലവും ഒക്കെ അല്ലേ? അങ്ങനെ നമ്മളുടെ സമ്പത്ത് അവർ ഈ ബംഗാളിൽ നിന്ന് തന്നെ, ബംഗാളിൽ ഭരണം തുടങ്ങാൻ തന്നെ എന്താ കാരണം? ബംഗാളിലെ അഭിവൃദ്ധി തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് ദാദാഭായ് നവറോജിയുടെ ചോർച്ച സിദ്ധാന്തത്തിൽ പറയുന്നത്? നമ്മുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പല രീതിയിൽ അവർ ചോർത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ചോർച്ച സിദ്ധാന്തത്തിൽ പറയുന്നത്. Drain theory. Drain theory is the major contribution of Dadabhai Naoroji. There was a drain of wealth from India to England during colonial rule. It was mainly in the form of salary, taxes and gifts. He proved that the economic drain under the British rule is the root cause of poverty in India. Friends, we studied that our farmers forced to cultivate indigo, jute, cotton. These are the important raw materials for England company, and our farmers forced to cultivate these. And these things are important to England company for their companies. കൂട്ടുകാരെ, നമ്മൾ പഠിച്ചു ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് അല്ലേ? വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. അതായത് ഈ ബ്രിട്ടീഷുകാർ ബംഗാളിനെ കേന്ദ്രമാക്കിയാണ് അവർ ഭരണം നടത്തിയത്. ഈ ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയാണ്? അവർ സഹോദരന്മാരെ പോലെ ഐക്യത്തോടും സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ജീവിച്ചിരുന്നത് അല്ലേ? ഇനി ഈ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് അല്ലേ? നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഐക്യത്തോടു കൂടി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ശക്തിയാണ്. നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ബംഗാളിനെ വിഭജിച്ച ശക്തി കുറയും.
നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. ആരാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. നമ്മുടെ ഭരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം. ആരാണ് ആ ഭരണത്തിനെ എതിർക്കുന്നവർ? ആരാണ്? ബംഗാൾക്കാർ. അവർ ഒത്തൊരുമിച്ച് നിന്നാൽ, അവരൊരുപോലെ ഒന്നിച്ച് നിന്നാൽ എന്താണ്? അവരൊരു ശക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ വിഭജിക്കണം. ഇനി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. അപ്പോൾ അധികാരികൾക്ക് മനസ്സിലായി ഇവരിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഒരു വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയായിട്ട് വളരുമെന്ന് ഇവർക്ക് മനസ്സിലായില്ലേ? ഈ ഒരു സാഹചര്യത്തിൽ വൈസ്രോയി ആയ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഒന്നായി നിന്നിരുന്ന ബംഗാളിനെ 1905 രണ്ടായിട്ട് വിഭജിച്ചു. ആരാണ് ബംഗാളിനെ വിഭജിച്ചത്? വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. Friends, the seat of the British government in India was Bengal. People of Bengal had been living like brothers. They had been carrying out various activities against the policies of the British government. In 1904, the Secretary of Home Affairs Risley observed Bengal united its power. Bengal divided will pull several different ways. One of our main objective is to split up and thereby weaken a solid body of opponents to our rule. The British officials treated Bengal as a growing power against the British rule. In this background, the Viceroy Lord Curzon divided Bengal in 1905. കൂട്ടുകാരെ, അങ്ങനെ ഒന്നായി നിന്നിരുന്ന സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ബംഗാളിനെ കഴ്സൺ പ്രഭു രണ്ടായി വിഭജിച്ചു. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. എന്താ അദ്ദേഹം പറഞ്ഞത്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടു അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടിയാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെയാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു ബംഗാൾ വിഭജനത്തിനുള്ള തൻ്റെ നിലപാട് ഇങ്ങനെയാണ് പറഞ്ഞത്. വൈസ്രോയ് ലോർഡ് കഴ്സൺ ഡിവൈഡ് ബംഗാൾ ഇൻ 1905. Nationalists, poets and social leaders strongly opposed the partition. The great poet Rabindranath Tagore made his stand on the partition explicit. He stated, "The East and West Bengal are two chambers of the same heart which is made fertile by the Ganga and the Brahmaputra. It is the warm blood originating from these vessels that flows through the arteries of the Bengalis." ബംഗാൾ വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കി മറിച്ചു. പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അങ്ങനെയെല്ലാം അവർ ഈ ഒരു ബംഗാൾ വിഭജനത്തിനെതിരായി പ്രതികരിച്ചു. How did the people of Bengal protest against the partition? Organized protest meetings, picketed shops that sold foreign goods, burned foreign clothes, promoted the use of Indian products, organized marches and public meetings against the British. പഞ്ചസാരയ്ക്കും വിലക്ക്. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന ജനവിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. എന്തായിരുന്നു മുദ്രാവാക്യം? വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക.
മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ബാൻ ഓൺ ഷുഗർ. Boycott foreign goods and use of Swadeshi products was the main slogan of the agitations against the partition of Bengal. The people were exhorted to boycott even wedding tea parties where foreign-made sugar was used. The nationalists promoted jaggery instead of sugar. നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങൾ നോക്കാം. എന്തായിരുന്നു? ബ്രിട്ടീഷ് നയങ്ങൾ തുറന്നു കാട്ടുന്നതിൽ മിതവാദികൾ വഹിച്ച പങ്ക് വിലയിരുത്തുക. ഇവാലുവേറ്റ് ദി റോൾ ഓഫ് മോഡറേറ്റ്സ് ഇൻ പോയിന്റിംഗ് ഔട്ട് ദി ബ്രിട്ടീഷ് പോളിസീസ്. The period from 1885 to 1905 was of moderate nationalism. The leaders of this period were English educated. The prominent among them were Dadabhai Naoroji, Gopal Krishna Gokhale, Badruddin Tyabji and Firoz Shah Mehta. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protests. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. മിതവാദ ദേശീയ നേതാക്കന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ അവരിൽ പ്രമുഖരായിരുന്നു. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബംഗാളിനെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? വാട്ട് were the factors that led the British to divide Bengal? ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. ഇപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസലെ നിരീക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ വൈസ്രോയ് കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. India was ruled by the British from Bengal. The people here belonged to different ethnic groups and lived like brothers. They had done a lot of work against the policies of the British government. Risley was the Home Secretary of British India. In this situation, the Victory Lord Curzon divided Bengal into two. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മിതവാദ കാലഘട്ടത്തിലെ ദേശീയ സമരങ്ങളിൽ നിന്ന് ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇൻ വാട്ട് വേസ് ആർ ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഡിഫറെൻറ്റ് ഫ്രം ദി പ്രൊട്ടസ്റ്റ് ഓഫ് മോഡറേറ്റ് ഫേസ്? Moderate nationalists sought to draw the attention of the British government to the demands through complaints, resolutions and protests. But the agitations against the partition state Bengal, they organized protest meetings, picketed shops that sold foreign goods, they burned foreign clothes, they promoted the use of Indian products, organized marches and public meetings against the British. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് മിതവാദ ദേശീയവാദികൾ ശ്രമിച്ചത്. എന്നാൽ വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. അവർ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളെ ഉപരോധിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിക്കുകയും ഇംഗ്ലീഷുകാർക്ക് എതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു. മിതവാദികൾ സമാധാനപരമായ സമീപനമാണ് നടത്തിയിരുന്നത്. എന്നാൽ ബംഗാൾ വിഭജനത്തിനെതിരായ സമരങ്ങൾ ബംഗാളിനെ ഇളക്കിമറിക്കും തരത്തിലായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്